السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള അനർഘങ്ങളായ സമയങ്ങളെ, സന്ദർഭങ്ങളെ അല്ലാഹുവിന് ഇഷ്ടകരമായ പ്രവൃത്തികളിലേക്ക് മാത്രം തിരിച്ചുവിട്ടുകൊണ്ട് അവൻ്റെ അടുക്കൽ മഹാപ്രതിഫലം നേടുവാൻ യോഗ്യരാകാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധയുണ്ടാകണം എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ വിജയം, ആ വിജയത്തിൻ്റെ നിദാനമായ പരമപ്രധാനമായ കാര്യമായി അല്ലാഹു എടുത്തു പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം ഇതുവരെയായി സംസാരിച്ചു കൊണ്ടിരുന്ന, തുടർച്ചയായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മരണവും മരണാനന്തരവുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഷയങ്ങൾ അവസാനിച്ചിട്ടില്ല. 20ഓളം സീഡികളിലൂടെയായി അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ മുതൽ അതിൻ്റെ രണ്ടാം ഭാഗം ഇൻഷാ അല്ലാഹ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും അവതരണം ആരംഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വചനത്തെ സംബന്ധിച്ചാണ്. അല്ലാഹു തആല പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിജയം ഞാനും നിങ്ങളുമെല്ലാം അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന ആ പരമപ്രധാനമായ പരലോക വിജയം, അത് നേടിയെടുക്കുവാനുള്ള പരമപ്രധാനമായ ഒന്നാമത്തെ നിബന്ധനയായി അല്ലാഹു പറഞ്ഞിരിക്കുന്നത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ, അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാകുന്നു. അപ്പൊ ഫലാഹി നേടാൻ, വിജയം നേടാൻ അല്ലാഹു പറഞ്ഞ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് നമസ്കാരത്തിലെ ഖുശൂഅ് എന്നാണ് സത്യവിശ്വാസികൾ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ
ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളും ദിനേന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരം 5 നേരം നിർവഹിക്കുന്ന വിശ്വാസികൾക്കിടയിൽ നമസ്കാരത്തിന്റെ നേരത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. നമസ്കാരം 5 വേണമോ അതോ 3 മതിയോ എന്ന് തർക്കിക്കുന്ന അമുസ്ലിമീങ്ങളുണ്ട്. അവർ മുസ്ലിമീങ്ങളല്ല. 5 നേരത്തെ നമസ്കാരം നിർബന്ധമില്ലെന്ന് പറയുന്ന കക്ഷികൾ മുസ്ലിമീങ്ങളല്ല. അവർ പലപ്പോഴും ഖുർആൻ സുന്ന സൊസൈറ്റി എന്ന പേരിലോ ഖുർആൻ സൊസൈറ്റി എന്ന പേരിലോ ഓൺലി ഖുർആൻ എന്ന പേരിലോ ഒക്കെ അറിയപ്പെടുന്നവരുണ്ടാകാം. പക്ഷേ അവരും ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തർക്കമില്ല നമസ്കാരം 5 നേരം നിർബന്ധമാണ് എന്നതിൽ. അതുകൊണ്ട് തന്നെ 5 നേരം നമസ്കരിക്കുന്ന മുസ്ലിം അവന്റെ നമസ്കാരം അവന്റെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ മാനദണ്ഡമായി മനസ്സിലാക്കേണ്ടവനാണ്. ജീവിതം സമം നമസ്കാരം, നമസ്കാരം സമം ജീവിതം. നമസ്കരിക്കുന്ന മുസ്ലിമിന്റെ ജീവിതം പവിത്രമായിരിക്കണം. ജീവിതം പവിത്രമാകാത്ത നമസ്കാരം അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമല്ല എന്ന ഏറെ നമ്മെ സ്വാധീനിപ്പിക്കുകയും ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ആശയം ഇത് നമ്മുടെ മനോമുകുരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചിന്താ വിഷയമായി നമ്മുടെ മസ്തിഷ്കങ്ങളിൽ ഉരുണ്ടുകൂടേണ്ടത്. നമസ്കാരം നിർവഹിക്കുന്നു പലരും, ഞാനും നിങ്ങളുമെല്ലാം നമസ്കരിക്കുന്നു. പക്ഷേ ആ നമസ്കാരം റഹ്മാനായ നാഥനെ ഓർക്കേണ്ട നിലക്ക് ഓർക്കുവാനാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞിടത്ത് കാണാം, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, ഈ നമസ്കാരം നിർവഹിക്കൂ എന്നെ ഓർക്കാൻ വേണ്ടി. ജീവിതത്തിൽ സദാ സ്രഷ്ടാവായ നാഥനെ സംബന്ധിച്ചുള്ള ദിക്ർ നിരന്തരമായി നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനമാണ് 5 നേര നമസ്കാരങ്ങളെ അത് ക്രമാനുഗതമായി അതല്ലെങ്കിൽ അതിന്റെ തർത്തീബ് നിശ്ചയിച്ചതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെച്ചിട്ടുള്ളത്. വഖ്തുകൾ നിശ്ചയിക്കപ്പെട്ടതാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയബന്ധിതമായ ഒരു ഏർപ്പാടാണിത്. സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നതാണ് ആ വചനത്തിന്റെ ആശയം. 5 നേരത്തെ നമസ്കാരങ്ങളിലൂടെ തൻ്റെ നാഥനെ ഓർക്കുകയും തന്നെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസി, ആ വിശ്വാസിയുടെ നമസ്കാരത്തിന്റെ ഫലം അല്ലാഹു പറയുന്നത് തൻഹാ, അത് തടയുന്നു, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയം നമസ്കാരം നീചവും നികൃഷ്ടവുമായ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. നമസ്കരിക്കുന്നവനിൽ ഫഹ്ശാവും മുൻകറും ഉണ്ടാവില്ലെന്നർത്ഥം. നമസ്കരിക്കുന്നവൻ ഫാഹിഷത്തുകളോട് വിട പറയും, നമസ്കരിക്കുന്നവൻ മുൻകറാത്തുകളോട് വിട പറയും. ഖുർആൻ അതാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ ആ മാറ്റം ഉണ്ടാക്കാം? നമസ്കരിക്കുന്ന മനുഷ്യന്മാരിൽ എങ്ങനെ വീണ്ടും അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ധിക്കാരികൾ ഉണ്ടാകുന്നു? നമസ്കരിക്കുന്ന ആളുകൾ എങ്ങനെ പരിശക്കാരനാകുന്നു? നെറ്റിയിൽ നമസ്കാരത്തഴമ്പുള്ള ആളെങ്ങനെ കൊള്ളയുടെയും കൊള്ളലാഭത്തിന്റെയും കളവിന്റെയും ഏഷണിയുടെയും പരദൂഷണത്തിന്റെയും അഹങ്കാരത്തിന്റെയും വക്താവായി മാറുന്നു? ചിന്തിക്കണം. എവിടെയോ തകരാറ് സംഭവിച്ചു എന്നുറപ്പ്. പടച്ച റബ്ബിന്റെ കൽപ്പനകളിൽ, അവന്റെ വാക്യങ്ങളിൽ, അവന്റെ നിർദ്ദേശങ്ങളിൽ ഒരിക്കലും തകരാറ് സംഭവിച്ചിട്ടില്ല. കാരണം ഒരു ബാത്തിലും സംഭവിക്കാത്തവനാണ് നാഥൻ.
എങ്കിൽ ഇനി അവിടെ ചെയ്യേണ്ടതില്ല. ഖുർആനിലല്ല അബദ്ധം സംഭവിച്ചത്, അബദ്ധം സംഭവിച്ചിരിക്കുന്നത് നമസ്കാരക്കാർക്കാണ്. ഒരു കാരണം ഖുർആൻ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. ഒരിടത്ത് അങ്ങനെ പറഞ്ഞു, നമസ്കരിക്കുന്നവർക്കാണ് നാശം, അവർ അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ്, അതിനെക്കുറിച്ച് അവർ ശ്രദ്ധയുള്ളവരല്ല. പലപ്പോഴും അവർ നമസ്കരിക്കുന്നവർ പലരെയും കാണിക്കാൻ വേണ്ടിയാണ്. രണ്ട് കാരണങ്ങൾ അവിടെ അല്ലാഹു പറഞ്ഞു. നമസ്കാരക്കാർക്ക് നാശം കിട്ടാൻ രണ്ട് കാരണങ്ങൾ അല്ലാഹു പറഞ്ഞു അവിടെ. ഒന്ന്, അവരുടെ നമസ്കാരത്തെക്കുറിച്ച് അവർക്ക് ശ്രദ്ധയില്ല, അതിന്റെ സമയത്തെക്കുറിച്ച് നിഷ്ഠയില്ല, അത് നിർവഹിക്കാൻ ആവശ്യമായ പ്രാഥമിക ഉപാധിയായ ശുദ്ധീകരണ പ്രക്രിയയിൽ പോലും കണിശതയില്ല, ഉളൂ പോലും കണിശമായി നിർവഹിക്കുന്നില്ല. വൈലുൽ ലിൽ അഖാബി മിനന്നാർ, നമസ്കരിക്കുന്നവർക്ക് നാശമെന്ന് പറഞ്ഞതുപോലെ വൈലുൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പ്രയോഗമാണ് വൈലുൽ ലിൽ അഖാബി മിനന്നാർ. മടമ്പ് കാലുകൾ ഉളൂയിൽ ശുദ്ധീകരണ വേളയിൽ സൂക്ഷിച്ച് കഴുകാത്തവർക്കാണ് നാശം, അവർക്കാണ് നരകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരൽപ സ്ഥാനമെങ്കിലും ഉളൂയിൽ വെള്ളം നനയാതെ ശുദ്ധീകരണം പൂർത്തിയാകുന്നില്ല. മിഫ്താഹുസ് സ്വലാത്തി അത്വഹൂർ, നമസ്കാരം തുറക്കാനുള്ള ചാവിയാണ് ശുദ്ധീകരണം ഉളൂ. ആ ചാവി, ഒരു ചാവിയിട്ട് ഡോറ് തുറക്കണമെങ്കിൽ ആ ചാവിയുടെ എല്ലാ പല്ലുകളും വളരെ കൃത്യമായി നിർണയിക്കപ്പെട്ട ഹോൾസിൽ കടക്കാൻ പര്യാപ്തമായ നിലക്കല്ലാതെ ഒരു ഡോറ് തുറയൂല. ചാവി കാണുമ്പോൾ ഒരേപോലെയാ, എല്ലാവരുടെ കയ്യിലുള്ള ചാവി ഒരേപോലെ, ഡോറൊക്കെ കാണുമ്പോൾ ഒരേപോലെ. പക്ഷേ എൻ്റെ റൂമിൻ്റെ ചാവി ഇട്ട് തുറന്നാലേ എൻ്റെ റൂം തുറക്കുള്ളൂ, അടുത്ത വീട്ടിലെ ഫ്ലാറ്റ് തുറയുന്നില്ല. കാഴ്ചക്ക് ഒരുപോലെ. എന്താ? കണിശമാണ് അതിൻ്റെ നിർമ്മാണം, കണിശവും സൂക്ഷ്മവുമാണ് അതിൻ്റെ നിർമ്മാണം. അതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമപ്പെടുത്തിയത് മിഫ്താഹുസ് സ്വലാത്തി അത്വഹൂർ. നമസ്കാരം തുറയണോ, അതിന് നിശ്ചയിക്കപ്പെട്ട കണിശ രൂപത്തിലുള്ള ചാവി തന്നെ വേണം. അതേതാ? അത് ശുദ്ധീകരണമാണ്, പരിപൂർണമായ ശുദ്ധീകരണമാണ്. അവയവങ്ങൾ കൃത്യമായി കഴുകാൻ നേരമില്ലാതെ, കൈകാൽ മുഖങ്ങൾ കൃത്യമായി പൂർണ്ണമായ തോതിൽ നനയ്ക്കാതെ, ധൃതി പിടിച്ചുകൊണ്ട് ഉദുവെടുത്ത് പള്ളിയിലും മുസല്ലയിലും കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന എത്രയോ സഹോദരീ സഹോദരങ്ങളുണ്ട്. ആ നമസ്കാരം സ്വീകാര്യമല്ല, അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെ ഉദൂയിനെ സംബന്ധിച്ച്, നമസ്കാരത്തിന്റെ സമയത്തെ സംബന്ധിച്ച്, ഇനി നമസ്കാരം നിർവഹിക്കാനുള്ള പരമപ്രധാനമായ നിർദ്ദേശമായ അതിന്റെ ജമാഅത്ത് രൂപം അതിനെ സംബന്ധിച്ച്, അതുപോലെ ഈ നമസ്കരിക്കാൻ നിന്നാൽ അതിൽ നിർവഹിക്കേണ്ടുന്ന അടക്ക അനക്കങ്ങളെ സംബന്ധിച്ച്, അതിൽ നിർവഹിക്കേണ്ടുന്ന ദുആ, ദിക്റുകൾ, ദുആകളെ, ഖിറാഅത്തുകളെ സംബന്ധിച്ച് ഒക്കെ അശ്രദ്ധമായി കൊണ്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരക്കാർ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. രണ്ടാമത്തെ കാരണം അവിടെ പറഞ്ഞത് അല്ലദീനഹും യുറാഊൻ, അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ കുറെ നമസ്കാരക്കാരുണ്ട്, അവർ ഒപ്പം കൂടികളാണ്. നിസ്കരിക്കുന്ന കമ്പനിയിലാണെങ്കിൽ അവർ നിസ്കരിക്കും, നിസ്കരിക്കാത്തവരുടെ കൂടെയാണെങ്കിൽ അവർക്കതിൽ കണിശതയില്ല. എങ്ങനെയാണോ ഒപ്പമുള്ള ആളുകൾ അവർക്കൊപ്പിച്ച് നിൽക്കണം. കാരണം അവരിൽ നിന്ന് വിട്ടുനിന്നാൽ അവരെന്ത് ചിന്തിക്കും, അതുകൊണ്ട് അവരെ കാണിക്കാനാണ് അവന്റെ നമസ്കാരം. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മുനാഫിഖീങ്ങളുടെ നമസ്കാരമാണ്. എന്താണ് അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا കാനൂ ഇദാ ഖാമൂ ഇലസ്സലാത്തി, അവർ നമസ്കാരത്തിന് വന്നു നിന്നാൽ തന്നെയും ഖാമൂ കുസാലാ, മടിയന്മാരായിക്കൊണ്ടാണ് അവർ വന്ന് നിൽക്കുന്നത്. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ഇനി ഇതും കൂടി ഒന്ന് നിർവഹിക്കാണ്ട് വല്ലാത്തൊരു ഭാരം, ഒരു പാറ തലയിൽ ചുമന്നു നിൽക്കുന്നവനെ പോലെ ഇതൊന്ന് ഇറക്കി വെച്ച ആശ്വാസാകുമായിരുന്നു. കുസാല,
മടിയനാണവൻ, മടിയന്മാരാണവർ. അവരെന്തോ ഒരു ഭാരം നിർവഹിക്കാൻ വന്നതുപോലെയാണ്. ഉന്മേഷമില്ല. സത്യവിശ്വാസിക്ക് അങ്ങനെയല്ല. അവൻ നമസ്കാരത്തിൽ അവന് ഖുർറത്തു ഐനാണ്. നമസ്കാരം അവന് ഖുർറത്തു ഐനാണ്. ഖുർറത്തു ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺകുളിർമയാണ്. ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്കെന്റെ നമസ്കാരത്തിലാണ് കൺകുളിർമ അനുഭവപ്പെടുന്നത് എന്ന ആശയമാണ് ആ വചനത്തിലുള്ളത്. നിങ്ങൾ നോക്കൂ, വിശ്വാസിയുടെയും അല്ലാത്തവരുടെയും നമസ്കാരത്തിന്റെ രൂപം അതാണ്. മുനാഫിഖിന് ഏറെ ഭാരപ്പെട്ട നമസ്കാരമാണ് അസ്ഖലു സ്വലാത്തിൻ അലൽ മുനാഫിഖീൻ. മുനാഫിഖീങ്ങൾക്ക് ഏറെ ഭാരമുള്ള നമസ്കാരം തന്നെയാണ് ഫജ്ർ, അല്ലെങ്കിൽ അസ്ർ, അതല്ലെങ്കിൽ ഇശാ എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആ വചനത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? അവർ ഉന്മേഷവാന്മാരായിട്ടല്ല നമസ്കാരത്തിനെത്തുന്നത്, എന്തോ ഒരു ഭാരം നിർവഹിച്ച് തീർക്കണമല്ലോ എന്ന ചിന്തയോടെയാണ് വന്നു നിൽക്കുന്നത്. അത് കാര്യമില്ലാത്ത നിസ്കാരമാണ് എന്നർത്ഥം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനിയോ അങ്ങനെയൊക്കെ നിസ്കാരത്തിൽ വന്ന് നിന്നാൽ തന്നെയും, അങ്ങനെ മടിയന്മാരായി വന്ന് നിന്നാ പിന്നെന്താ അവരുടെ പ്രകടമായ ലക്ഷണം? വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. വളരെ കുറഞ്ഞല്ലാതെ അവർ അള്ളാഹനെ ഓർക്കൂല. വളരെ കുറഞ്ഞ തോതിലല്ലാതെ അവർ അള്ളാഹുവിനെ ഓർക്കുകയില്ല. നമസ്കാരം വളരെ സ്പീഡാണ്. അല്ലദീ ലാ യുതീലു, അവൻ ദൈർഘ്യമാക്കുന്നില്ല അവന്റെ റുക്കൂഴിനെയും സുജൂദിനെയും, അതല്ലെങ്കിൽ അവന്റെ റുക്കൂഴുകളെയോ സുജൂദുകളെയോ ഖിറാഅത്തിനെയോ അവൻ പൂർത്തീകരിക്കുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ എന്ന പ്രയോഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, അസ്വഉ സരിഖ, മോഷണത്തിലെ ഏറ്റവും ദുഷിച്ച മോഷണം ഏതാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലദീ യസ്രിഖു, മോഷണം നടത്തുന്നവനാണ്, ഫിസ്സലാ, നമസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ്. എന്താണ് അവന്റെ നമസ്കാരത്തിന്റെ രൂപം? ലാ യുതിമ്മു റുകൂഅഹു വലാ സുജൂദഹു, അവന്റെ റുകൂഅോ സുജൂദോ അവൻ പൂർത്തിയാക്കുകയില്ല. അപ്പോൾ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ തോതിൽ, വളരെ പെട്ടെന്ന്, കോഴികൊത്തും പോലെ, കാക്കകൊത്തും പോലെ എന്നൊക്കെ ഉപമിക്കപ്പെട്ട നിലക്ക് സ്പീഡിൽ ഒരു റുക്കൂഴ് സുജൂദുകൾ നിർവഹിച്ചുകൊണ്ട് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്ന ആളുകൾ, അങ്ങനെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ പ്രതിഫലത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10-1, 9-1, 8-1 തുടങ്ങി പകുതിയോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. 10-1 കൂലി കിട്ടുന്നവരുണ്ട്. നിസ്കരിച്ചാലേ, നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പിരിയുമ്പോ 10-1 രേഖപ്പെടുത്തപ്പെട്ടവരുണ്ട്. 9-1, 8-1 അങ്ങനെ പകുതി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടവരുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞില്ല. എത്ര ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ യഥാർത്ഥമായ നിലക്ക് നമുക്ക് നമസ്കാരത്തിന്റെ അല്പമെങ്കിലും പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് സ്വീകാര്യത നമുക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ നല്ല ഭയഭക്തി വേണം. എന്താണ് ഖുശൂഇന് പണ്ഡിതന്മാര് നിർവചനം പറഞ്ഞത്? നമ്മൾ വളരെ ചിന്തിക്കുക. ഹുവ ഹുളൂറുൽ ഖൽബി, ഹൃദയം വളരെ ഹാജരാക്കലാണ്, ഹൃദയ സാന്നിധ്യത്തിനാണ് ഖുശൂ എന്ന് പറയുന്നത്. നിസ്കാരത്തിലെ ഖുശൂ എന്താണാ പറയുന്നത്? ഹുവ ഹുളൂറുൽ ഖൽബി ഫീഹാ, ആ നമസ്കാരത്തിൽ ഹൃദയത്തെ ഹാജരാക്കലാണ്. ഹൃദയം അവിടെ വേണം. ബൈന യദയില്ലാഹി തആല, പടച്ച റബ്ബിന്റെ മുമ്പിലാ ഞാൻ നിൽക്കുന്നത്. മഹബ്ബത്തൻ ലഹു, അവനോടുള്ള ഇഷ്ടം കൊണ്ട്, വൈജിലാലൻ, അവനോടുള്ള മഹത്വം പൂരിതമായ എൻ്റെ മനസ്സു മുഖേന, വഖൗഫൻ മിൻ ഇഖാബിഹി, അവന്റെ ശിക്ഷയെ എനിക്ക് ഭയമാണ്, വറഗ്ബതൻ ഫീ സവാബിഹി, അവന്റെ പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ട്, മുസ്തഹ്ദിറൻ ലിഖുർബിഹി, അവന്റെ സാമീപ്യത്തെ ഏറ്റവും കൂടുതൽ ആശിച്ചു മനസ്സുമായി ആ നിലക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിൽക്കലാണ് ഖുശൂ. അപ്പോഴോ
ഫയസ്കുനു ലിദാലിക ഖൽബുഹു. ആ ചിന്തയോടെ പോയി നിൽക്കുമ്പോൾ പരമാധിരാജനായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ വന്ന് നിൽക്കുന്നത് ആരും എന്നെ നിർബന്ധിച്ചിട്ടല്ല, മഹബ്ബത്തൻ ലഹു, എനിക്ക് അവനോട് ഇഷ്ടമാണ്. അവൻ ജലീലാണ്, അവന്റെ മഹത്വത്തെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നിന്നില്ലെങ്കിൽ എന്റെ നാഥൻ എന്നെ ശിക്ഷിക്കും. ഇവിടെ വന്ന് നിന്നാലോ എന്റെ നാഥൻ എനിക്ക് വമ്പിച്ച പ്രതിഫലം തരും. ആ നിലക്കാണ് പോയി നിന്നാൽ ഫയസ്കുനു ലിദാലിക ഖൽബുഹു വതത്മഇന്നു നഫ്സുഹു വതസ്കുനു ഹറകാതുഹു മുതഅദ്ദിബൻ ബൈന യദൈ റബ്ബിഹി മുസ്തഹ്ദിറൻ ജമീഅ മാ യഖൂലുഹു വയഫ്അലുഹു ഫീ സ്വലാത്തിഹി മിൻ അവ്വലിഹാ ഇലാ ആഖിരിഹാ ഫതസൂലു ബിദാലികൽ വസാവിസു വൽ അഫ്കാർ. പണ്ഡിതന്മാർ ഖുശൂഇനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? ആ ബോധത്തോടെ റബ്ബിന്റെ മുമ്പിലാണ് നിന്നാൽ ആദ്യം അടങ്ങും അവന്റെ ഖൽബ്, അവന്റെ ഹൃദയം അവിടെ ഒതുങ്ങി. അന്യ ചിന്തകളിൽ നിന്ന് ഹൃദയം കാലിയായി. പിന്നെയോ അവന്റെ അടക്കമനക്കങ്ങളൊക്കെ അവന്റെ അവയവങ്ങളും അടങ്ങി. ഒരാളുടെ അവയവം അടങ്ങലപ്പോഴാ? അയാളുടെ ഖൽബ് അടങ്ങുമ്പോഴാ. അവയവം അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അയാളെ ഖൽബ് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നിസ്കാരത്തിൽ. അതാണ് മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടു, യഅബസു ഫീ സ്വലാത്തിഹി, അയാളെ നിസ്കാരത്തിൽ ഇങ്ങനെ കയ്യും കാലുട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളെയും പോലെ നമ്മളെ പല ആളുകളും അങ്ങനെയല്ലോ. നിസ്കരിക്കാനാണ് നിന്നാ പിന്നെ വാച്ചിൽ നോക്കിയിട്ടും ഷർട്ട് ശരിയാക്കിയിട്ടും പാൻറ് ശരിയാക്കിയിട്ടും അതുപോലെ തന്നെ കൈ ശരിയാക്കിയിട്ടും അങ്ങോട്ട് ഇളങ്ങിയിട്ടും ഇവിടെ ചൊറിഞ്ഞിട്ടും അവിടെ മാന്തിയിട്ടും അങ്ങോട്ട് നോക്കിയിട്ടും ഇങ്ങോട്ട് നോക്കിയിട്ടും ഇങ്ങനെ ഒരുപാട് ചലനങ്ങൾ ഇങ്ങനെ കാണുകയാണ്. ഇതേപോലെ ഒരു ചലനം കണ്ടപ്പോ അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞു, ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹു. അയാളുടെ ഹൃദയം അടങ്ങിയിരുന്നുവെങ്കിൽ, അയാളുടെ ഹൃദയം പേടിച്ചിരുന്നുവെങ്കിൽ അയാളുടെ അവയവങ്ങളും പേടിക്കുമായിരുന്നു. അപ്പൊ ഖൽബിൽ ഖുശൂഅ് കടന്നാൽ അത് അവയവങ്ങളിൽ പ്രകടമാകും. പേടി മനുഷ്യന്റെ മനസ്സിലങ്ങ് കടന്ന് ഖുശൂഅോടെ നിസ്കാരത്തിന് റബ്ബിന്റെ മുമ്പിലാണ് നിന്നാൽ, അത് കൈകെട്ടി നിന്നാൽ പിന്നെ അവന്റെ ശരീരം മുഴുക്കെ അടങ്ങി. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിയാൽ ഉടനെ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശിരസ് ഉടനെ താഴ്ത്തും. അഹങ്കാരമില്ല, ഉയർത്തിയ ശിരസ്സല്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞോടുകൂടി, അള്ളയാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞതോടുകൂടി താഴ്ന്നു അവിടുത്തെ ശിരസ് കുനിച്ചു. തല ഉടനെ താഴ്ത്തി. ആ നോട്ടം പിന്നീട് സുജൂദിന്റെ സ്ഥാനത്തേക്ക് കേന്ദ്രീകരിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നമസ്കാരം കണ്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും രേഖപ്പെടുത്തുന്നു. അവിടെ മുതൽ തുടങ്ങുകയായി മനുഷ്യന്റെ നമസ്കാരത്തിന്റെ ഖുശൂഇന്റെ പ്രകട രൂപങ്ങൾ. ആ നിലക്ക് നിന്ന് കഴിഞ്ഞാൽ, അങ്ങനെ നമസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ ചെയ്യേണ്ടത്? ഈ ഭക്തി നിലനിൽക്കുവാൻ ആവശ്യമായത് ഒന്നാമത്തെ കാര്യം, ഇത് തൻ്റെ അവസാന നമസ്കാരമായേക്കാമെന്ന ബോധമാണ്. ഇതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ അവസാന നമസ്കാരമായേക്കും. ഇന്ന് മഗ്രിബ് നിസ്കരിച്ചപ്പോൾ നമുക്കത് തോന്നിയോ? ഇനി ഇശാ നിസ്കരിക്കാൻ പോകുന്നു, നാളെ ഫജ്ർ നമസ്കരിക്കുമോ അറിയില്ല. ഓരോ നമസ്കാര വേളയിലും മനസ്സിനെ പഠിപ്പിക്കുക തുടക്കത്തിലെ, ഇതൊരു പക്ഷേ എൻ്റെ അവസാന നിസ്കാരമായിരിക്കും. സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, വിട പറയുന്നവന്റെ നമസ്കാരം നീ നമസ്കരിക്കൂ. ഈ ലോകത്തോട് വിട പറയാണ്. ഈ ലോകത്തിനെന്നതാ നമുക്ക് വിവരം കിട്ടിയെന്ന് വിചാരിക്കുക, ഇന്ന് ളുഹുർ നിസ്കാരം കഴിഞ്ഞാൽ, അന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ നീ മരിക്കുകയാണെന്ന് ഒരാൾക്ക് ഉറപ്പ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ കിട്ടൂല. അങ്ങനെ ഒരാൾക്ക് ഉറപ്പ് കിട്ടുക എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് തെളിയിക്കപ്പെട്ട ഒരാൾക്കതാ വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു, അയാളോട് ഏതായാലും പറയലോ, നിങ്ങൾ എത്ര മണിക്കതാ കൊല്ലാൻ പോവുകയാണ്. അയാൾ അവന്റെ തൊട്ട് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരം എങ്ങനെ ഉണ്ടാവും? സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, ഈ ലോകത്തോട് വിട പറയുന്നവന്റെ നമസ്കാരം പോലെ നീ നമസ്കരിച്ചോ. ആ ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവാം. നമ്മൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. എന്താണെന്നറിയില്ല, എത്ര ശ്രദ്ധിച്ചാലും നിസ്കരിക്കാനാണ് നിന്നാലും ഖൗഫ് കിട്ടണില്ല. എന്തായാലും മരുന്ന്, ഒന്നാമത്തെ മരുന്നാ പറയണത് ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും എന്ന് കരുതി നിസ്കരിക്കാൻ.
അപ്പൊ ഏറ്റവും അവസാനത്തെ നിസ്കാരമാകുമ്പോൾ ഇനിയൊരു ചാൻസ് എനിക്കില്ലല്ലോ, ഇത് മാക്സിമം നന്നായി എൻ്റെ നാഥന്റെ മുമ്പിൽ ഞാൻ ചെയ്യട്ടെ, ആ ചിന്ത എപ്പോഴും ഉണ്ടാവണം എന്നാണ് പണ്ഡിത ലോകം പറയുന്ന ഒന്നാമത്തെ കാര്യം. അപ്പോ വിട പറയുന്ന ഒരാളുടെ നമസ്കാരം പോലെ നീ നമസ്കരിച്ചോളൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഒരിക്കലും നിന്റെ ഇൽത്തിഫാത്ത് ഉണ്ടാകരുത് എന്നാണ്. എന്താണ് ഇൽത്തിഫാത്ത്? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണയക്കരുത്. മനുഷ്യന്റെ നമസ്കാരത്തിൽ ഇബ്ലീസ് കവർന്നെടുക്കുന്ന കവർച്ചയാണ് അവന്റെ തിരിഞ്ഞുനോട്ടങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു ഹുവ ഇഖ്തിലാസുൻ. തിരിഞ്ഞുനോട്ടത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താനു മിൻ സ്വലാത്തിൽ അബ്ദി. ഒരടിമയുടെ നമസ്കാരത്തിൽ നിന്ന് ശൈത്താൻ കവർന്നെടുക്കുന്ന, പറ്റിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന, വഞ്ചിച്ചെടുക്കുന്ന ഭാഗമാണ് നോട്ടം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇൽത്തിഫാത്ത് രണ്ട് നിലക്കുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ് ഈ ഹദീസ് വിശദീകരിച്ചിട്ട്. ഒന്നാമത്തത് ഇൽത്തിഫാത്തുൽ ഖൽബി അനില്ലാഹി ഇലാ ഗൈരിഹി. അല്ലാഹുവിൽ നിന്ന് ഖൽബ് തിരിയ, ഖൽബിന്റെ നോട്ടം, ഖൽബ് തിരിയ, ഹൃദയം തിരിഞ്ഞു പോകുക. എവിടുന്ന്? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ഹൃദയം മാറിയിട്ട് വേറുള്ളോടത്തേക്ക് ചിന്ത പോവുക. അപ്പോഴും മനുഷ്യൻ തിരിഞ്ഞു, നിസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞു. രണ്ടാമത്തെ ഇൽത്തിഫാത്തുൽ ബസരി, ഹൃദയം കൊണ്ട് മാത്രമല്ല കണ്ണുകൊണ്ടും തിരിയ, ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക. നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്ക് കേന്ദ്രീകരിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ നമസ്കാരത്തിൽ നോട്ടം കേന്ദ്രീകരിക്കാൻ പറഞ്ഞത് തശഹുദിൽ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് വിരൽ ചൂണ്ടിയ ചൂണ്ടുവിരലിലേക്കാണ് നോട്ടം കേന്ദ്രീകരിക്കേണ്ടത് എന്നതാണ്. അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയും സാധ്യമാകുന്നത്ര തന്റെ മുന്നോട്ട് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് വിശ്വാസി അവന്റെ നോട്ടം ക്രമീകരിക്കേണ്ടത്. അതവന്റെ ഭയഭക്തിക്ക് ഏറെ സഹായകമാകും എന്നാണ് പണ്ഡിത ലോകം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പോ ആ നിലക്കുള്ള തിരിഞ്ഞുനോട്ടങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമസ്കരിക്കുന്നവന്റെ പരിസരം ബഹളമുക്തമായിരിക്കണം. നമസ്കരിക്കുന്നവൻ ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, വളരെ അടങ്ങിയ സ്ഥാനത്ത് പോയി നമസ്കരിക്കുക, അവന്റെ ശ്രദ്ധ തെറ്റിക്കുന്നവ മുൻപിലില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവിടുന്ന് നമസ്കാരവേളയിൽ വീട്ടിൽ തൂക്കിയ ഒരു വിരിയുടെ ശ്രദ്ധ പ്രവാചകന്റെ മനസ്സിനെ വല്ലാതെ ഉടക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, അമീതി അന്നി ഖിറാമകി ഹാദാ, നിന്റെ ഈ വാതിൽ വിരി, ഈ വിരി എന്നിൽ നിന്ന് മാറ്റൂ, അത് വീട്ടിൽ നിന്ന് മാറ്റിവെക്കൂ, അതെന്റെ നമസ്കാരത്തിലെ ശ്രദ്ധ തിരിക്കുന്നു ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ നിസ്കരിക്കാനാണെന്ന് ഇനിയിപ്പോൾ എന്തെന്നെ ഇവിടെ നടന്നാലും എനിക്കതൊന്നൊരു വിഷയമല്ല. വെറുതെ പറയാണ്. അള്ളാന്റെ റസൂലാ പറയുന്നത് എന്നെ അത് ശ്രദ്ധ തിരിപ്പിക്കുന്നു എന്ന്. എന്നിട്ടോ നമ്മൾ പറയും റേഡിയോ അത് നടന്നോട്ടെ, TV അത് നടന്നോട്ടെ, ഒച്ച എന്നാണ് കുറച്ച് വെച്ചോളാം മോനെ, എന്താ പിന്നെ ഇടക്കൊന്ന് അതും കേൾക്കാം. ഈ ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ. ചില ആൾക്കാർ മുന്നിൽ കലണ്ടർ നോക്കി, ആ കലണ്ടർ നോക്കി ഡേറ്റ് വരെ നിജപ്പെടുത്തും. നിസ്കരിക്കാൻ അവൻ്റെ കണ്ണ് കലണ്ടറിലേക്ക് പോകും. അപ്പുറത്തും ഇപ്പുറത്തും ആരൊക്കെ വന്നു പോയി കണിശമായി അവൻ അവിടെ റെക്കോർഡ് ചെയ്തു. ആരൊക്കെ വന്നു പോയി. പിന്നെന്ത് നിസ്കാരം? അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ നോട്ടുണ്ടല്ലോ, അത് ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താനു മിൻ സ്വലാത്തിൽ അബ്ദി. ഒരടിമയുടെ നമസ്കാരത്തിൽ നിന്ന് ചെകുത്താൻ കവർന്നെടുക്കുന്ന, പോക്കറ്റ് അടിച്ചു കൊണ്ടുപോവുകയാണ്. അതൊക്കെ അവന്റെ നിസ്കാരത്തെ ബാധിക്കുകയാണ്. അതുകൊണ്ട് നോട്ടം ക്രമീകരിക്കുക, പരിസരം ശ്രദ്ധിക്കുക, അവന്റെ തന്നെ ശാരീരികമായ അവസ്ഥ പോലും പരിഗണിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തന്റെ ശാരീരിക അവസ്ഥ പരിഗണിക്കണം. ഭയഭക്തി നിസ്കാരത്തിൽ കിട്ടാനേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്നായി വിശക്കുമ്പോൾ നിസ്കാരമില്ല എന്ന ആശയം നമുക്ക് കാണാം. ഇശാവും ഒന്നിച്ചു വന്നാൽ അശാവും ഒന്നിച്ചോളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താ അശ എന്ന് പറഞ്ഞാൽ? ഇശ എന്ന് പറഞ്ഞാൽ നേരത്തെ നിസ്കാരാണ്, അശ എന്ന് പറഞ്ഞാൽ നേരത്തെ ഫുഡാണ്. അശാവും ഇശാവും ഒന്നിച്ചു വന്നാൽ അശാവിന് മുൻഗണന കൊടുക്കുക. ആ സുന്നത്ത് നമ്മൾ എപ്പോഴും കൊടുക്കും. ആൾക്കാർക്ക് ഭയങ്കര തൃപ്തിയാ. ഇന്ന് പറഞ്ഞ പോയിന്റിൽ ഏറ്റവും മനസ്സിൽ കൊണ്ടൊരു പോയിന്റാ പോയി. എന്താ? അത് നല്ല കാര്യം.
നോമ്പ് തുറക്കാൻ സമയമായി ഉടനെ തുറക്കണം എന്നുള്ള സുന്നത്തും, അത്താഴം എത്രത്തോളം പിന്തിക്കാൻ പറ്റുമോ ആ സുന്നത്തും, അതുപോലെ തന്നെ പിന്നെ നിസ്കാരം വിശപ്പടക്കിയിട്ടുള്ളൂ എന്ന് പറയുന്ന സുന്നത്തും എടുക്കുന്നതിൽ കണിശതയുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ ആ കണിശത എല്ലാത്തിലും വേണമെന്ന് ഞാൻ പറയും. ആ സുന്നത്തിനെ പരിഹസിക്കല്ല, അത് മാറ്റേണ്ടതുമല്ല, വേണം. ഒക്കെ ശ്രദ്ധ ആവശ്യം. എന്തിനാണത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നല്ല വിശപ്പുള്ള സമയത്ത് ഈ നിസ്കരിക്കണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല. ഇതൊന്ന് കഴിഞ്ഞിട്ട് മതി, ഇപ്പോൾ ഭക്ഷണം കഴിക്കണം. എന്താണാവോ അവിടെ തയ്യാറായത്, റെഡി ആയിക്കണോന്നാവോ? അവനല്ലേ അവൻ ഉണ്ടാക്കിയെന്നൊന്ന് കുത്തി കലക്കിയിട്ടുണ്ടാവും, ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. ഇന്ന് എൻ്റെ ദിവസമല്ലല്ലോ, അവൻ്റെ ദിവസമല്ല. എങ്ങനെയൊക്കെ ചിന്തിക്കൂ ഈ മനുഷ്യൻ. പിന്നെന്താ? അപ്പൊ അങ്ങനെ വേണ്ട, എന്താന്നൊക്കെ അറിഞ്ഞോ, ഇനി കുത്തി കലക്കിയതാണെങ്കിലോ കുടിച്ചിട്ട് മതിയെന്ന്. എന്നാ പിന്നെ ആ ചിന്തല്ലോ. അതുകൊണ്ട് ഹളറത്ത് നിന്റെ അടുക്കൽ ത്വാമ് ഹാജരായിരിക്കെ നിനക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എങ്കിൽ ആ നിവൃത്തി, ആവശ്യം നിവർത്തിച്ചോ നീ ഇസ്ലാം ഇളവ് തരുകയാണ്. ഒരാൾ കഠിനമായി വിശക്കുകയാണ്, ഇവിടെ ജമാഅത്ത് കിടക്കുക, കഠിനമായി ഒരാൾക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു. അയാൾക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ കഠിനമായ ദാഹമാണ്, വിശപ്പാണ്, ജമാഅത്തിന് അവിടെ എത്തൂല എങ്കിൽ അയാൾ ഇത് പെട്ടെന്ന് ഈ ആവശ്യം നിവർത്തിച്ചിട്ട് പോയാൽ മതി എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? വെള്ളം കുടിച്ചോ എന്നുള്ള നിലക്കല്ല, നിന്റെ നിസ്കാരം അത്രയും സൂക്ഷിക്കണം. ഭയഭക്തി ഇല്ലാതാണ് പോയിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ കാണേണ്ടത്, അതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. നമസ്കാരത്തിലെ ഖുശൂഇന്റെ പ്രാധാന്യമാണത്. ഇത് കാരണം നഷ്ടപ്പെടുമല്ലോ, അത് ഉണ്ടായിക്കൂടാ. അല്പം വൈകിയാലും വേണ്ടില്ല, നീ ദാഹിച്ചു പോണ്ട, വിശന്നു പോണ്ട, നിന്റെ ആഗ്രഹം നിവർത്തിച്ചിട്ട് പോ. എന്നിട്ടെങ്കിലും നിന്റെ നിസ്കാരത്തിലെ ഖുശൂഇൽ പോയി പോകരുത്. അവിടെയാണ് ശ്രദ്ധ. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? യുദാഫിഉൽ അഖ്ബസൈൻ, മലമൂത്ര വിസർജനത്തിന് തോന്നുന്ന സന്ദർഭത്തിൽ, അതിന് താല്പര്യമുണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ, അതിന് വല്ലാത്ത ആ ആവശ്യത്തിന് അവന്റെ മനസ്സ് ദാഹിക്കുന്ന നേരത്ത് നിസ്കരിക്കേണ്ടതില്ല. ഒരാൾക്ക് ആ കൃത്യം നിർവഹിക്കാൻ വല്ലാതെ മുട്ടാണ്, അയാൾ ജമാഅത്ത് പോകൂലേന്ന് വിചാരിച്ചു പോയി നിൽക്കണ്ട. എന്താണ് പോയി നിന്നിട്ട് കാര്യം? അവ എരിവരി കൊള്ളൂലേ, അവനാകെ പ്രയാസപ്പെടൂലേ? നിസ്കാരം ഒന്ന് കഴിഞ്ഞിട്ടാ മതി എന്നല്ല വിചാരിക്ക. ഇമാമ ഒരല്പം കുൽഹുവല്ലാത്ത ഏതോതിയാലും അയാൾക്ക് ദേഷ്യം പിടിക്കൂലേ? എന്താ കാരണം? ഇയാൾ എന്ത്, ഞാൻ പാകം ഇടങ്ങാറാ, ഉപ്പ പോവും ഇവിടെ. എന്തിനാ അയാളോടവിടെ പോയി നിൽക്കാൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് ഇളവ് പറഞ്ഞിട്ടുള്ള നേരമാണത്. അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അത് കഴിഞ്ഞിട്ട് നീ പോയാൽ നീ കുറ്റക്കാരനല്ല. അവിടെയും എന്താ കണിശത? എന്നാലും നിന്റെ നിസ്കാരത്തിലെ ഖുശൂഅ് പോയി പോകരുത്. ഇത് നിർവഹിച്ച് പൂർത്തിയായിട്ട് ചെന്നാ മതി. കാരണം അതാണ് ഖുശൂഅ് ഇല്ലാതെ നീ ജമാഅത്തായി നിർവഹിക്കുന്നതിനേക്കാൾ ഖുശൂഅോടെ നീ നിനക്ക് നിർവഹിക്കാൻ കഴിയുമോ, അതിനാണ് ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഖുശൂഇന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട ഒരു മാർഗം, നാം സ്വീകരിക്കേണ്ടുന്ന പരമപ്രധാനമായൊരു മാർഗം? ഇന്നും 90% ആളുകളും ചിന്തിച്ചിട്ടില്ലാത്ത, അതിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത മാർഗമാണ് പറയാൻ പോകുന്നത്. അതെന്താ? നമസ്കാരത്തിൽ കൈകെട്ടി നിന്ന് താൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിക്റുകളുടെയും ദുആകളുടെയും അർത്ഥവും ആശയവും ഗ്രഹിച്ചു പറയുക. അവിടേക്ക് സമുദായം എത്തിയില്ല, പല ആളുകൾക്കും അറിയില്ല. ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സഹോദരീ സഹോദരങ്ങൾ സ്വന്തത്തോടൊന്ന് ചോദിക്കൂ. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുന്നത് മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിനിടക്ക് അതുവരെ അതടക്കമുള്ള എല്ലാം ഞാൻ ചൊല്ലുമ്പോ അതിൽ എൻ്റെ ഖൽബ് പങ്കെടുക്കുന്നുണ്ടോ, അതോ വെറും നാവ് മാത്രമാണോ പങ്കെടുക്കുന്നത്? സ്വന്തത്തോട് ചോദിക്കാം. ഏതാണ്ട് എല്ലാവരുടെയും ഉത്തരം എന്തായിരിക്കുന്നറിയോ? ഖൽബ് പങ്കെടുക്കുന്നില്ല. കാരണം ഖൽബ് പങ്കെടുക്കണമെങ്കിൽ പറയുന്നത് എന്താണെന്ന് അറിയണം. നമസ്കരിക്കുമ്പോൾ നിങ്ങൾ മദ്യപിക്കരുത് എന്ന് മദ്യപന്മാരോട് ഒരു കാലത്ത് ഇസ്ലാം എന്താ പറയാൻ കാരണം? ഇസ്ലാമിൽ മദ്യനിരോധനം 3 ഘട്ടങ്ങളിലൂടെയല്ലേ വന്നത്. ആദ്യ ഘട്ടത്തിൽ എന്താ പറഞ്ഞത്? മദ്യത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, പറഞ്ഞേക്കുക അതിൽ ഖൈറും ഉണ്ട് ഷർറും ഉണ്ട്, ഷർറാ കൂടുതൽ. ആദ്യം അങ്ങനെ പറഞ്ഞു, ഹറാമാക്കിയില്ല. രണ്ടാമത് പറഞ്ഞു ലാ തഖറബുസ് സ്വലാത്ത വ അൻതും സുകാറാ, നിങ്ങൾ മദ്യപിച്ചവരായ നിലയിൽ നമസ്കാരത്തെ സമീപിക്കരുത് കേട്ടോ. അന്ന് അത്രേ നിയമമുള്ളൂ. നിസ്കരിക്കാൻ പോകുമ്പോ കുടിക്കരുത്. എന്താ? ഹത്താ തഅലമു മാ തഖൂലൂന,
നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ. മദ്യപിച്ചാൽ മനസ്സിലാവില്ല, അങ്ങനെ പറയുന്നുണ്ടാവും, എന്താ പറയുന്നത് തിരിയില്ല. കുല്യായുൽ കാഫിറൂൻ സുബൈ ഉണ്ടാവും. ലാ അഅ്ബുദു മാ തഅ്ബുദൂനാണ് പറഞ്ഞിട്ടേ അഅ്ബുദു മാ തഅ്ബുദൂനാണ് തീരൂല, ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല. അവസാനം അമ്മാലത്തല്ലത്തബ് എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വരും അല്ലേ? എന്താ അപ്പം പറയണതെന്ന് തിരിയൂല. നിങ്ങൾ മദ്യപിച്ചവരായ നിലയിൽ നമസ്കാരത്തെ സമീപിക്കരുത്. ഹത്താ തഅലമൂ, നിങ്ങൾ അറിയും വരെ. മാ തഖൂലൂന, നിങ്ങൾ പറയുന്നത്, നിസ്കാരത്തിൽ പറയുന്നത് അറിയണമെന്നല്ലേ ആയത്തിന്റെ മറുവശം. മദ്യപിച്ച് നിസ്കരിച്ചാല് നിസ്കരിക്കുമ്പോ എന്താ ഞാൻ പറയണത് എന്ന് എനിക്ക് മനസ്സിലാകാതെ പോകുന്നു. അപ്പോഴോ നമുക്കിപ്പോ ഒന്ന് കുടിക്കാതെ തന്നെ ആ സ്വഭാവമാണെങ്കിലോ, കുടിച്ചിട്ടൊന്നുമില്ല, നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ പറയണ എന്താന്ന് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു, വജ്ജഹത്തു വജ്ഹിയ ലില്ലദി, എന്താ പറയണ്? ആ പറയണതിനോട് കൂറുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യൂല. ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരം, എൻ്റെ ജീവിതത്തിലെ അനുഷ്ഠാന മുറകൾ, എൻ്റെ ഇബാദത്തുകൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം റബ്ബുൽ ആലമീനായ അല്ലാഹ്ക്ക് പൊരുത്തമുള്ളതിലേക്ക് മാത്രമേ ഞാൻ വിനിയോഗിക്കൂ എന്നാ ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നത്. എന്നിട്ടോ അല്ലാഹ്ക്ക് പൊരുത്തമുള്ളതല്ലാതെ ഒന്നും ഞാൻ ചെയ്യൂല എന്നാണ് ആ പറയുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ അല്ലാഹ്ക്ക് പൊരുത്തല്ലാത്തത് തന്നെ തുടങ്ങി. ഇപ്പോഴോ പറഞ്ഞതെന്തേ? പറഞ്ഞത് മനസ്സിൽ തട്ടിയിട്ടില്ല. പറഞ്ഞത് മനസ്സിൽ തട്ടിയിരുന്നുവെങ്കിൽ കുറച്ചൊരു പേടിയുണ്ടാകും. ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നത് ചെയ്യൂലാൻ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് എങ്ങനെ രണ്ടാമതാണ് ചെല്ലുക എന്നൊരു തോന്നലുണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരിക്കൽ ഒപ്പിട്ടെടുത്തു, ഇല്ല ഇനി ആവർത്തിക്കൂല ഏമാനെ, ഒപ്പിട്ടെടുത്ത് പോന്നു. നാളെയും വന്ന് ഒപ്പിടണം കേട്ടോ, ആ നാളെ ഒപ്പിട്ടു. പിന്നെയും കള്ളന് കുറച്ചൊരു വിഷമുണ്ടാവും, ഇനി എങ്ങനെ എന്ന് ഒപ്പിടുകയാണ്. ഇപ്പം 2 ദിവസത്തിൽ ഒപ്പിടുന്നു. അള്ളാന്റെ മുമ്പിൽ 5 നേരം പറയിപ്പിക്കുന്നു, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് റബ്ബേ. വ അന മിനൽ മുസ്ലിമീൻ, ഞാനത് പരിപൂർണമായും അനുസരിക്കുന്ന മുസ്ലിമീങ്ങളിൽ പെട്ട മെമ്പർ തന്നെ. ഇതാ പറയണത്. എന്നിട്ടോ അപ്പൊ നമ്മുടെ ജീവിതത്തെ നിസ്കാരം സ്വാധീനിക്കാത്തതിൻ്റെ പരമപ്രധാനമായ കാരണം എന്താ പറയണെന്ന് തിരിഞ്ഞില്ല, എന്താ പറഞ്ഞതെന്ന് തിരിഞ്ഞില്ല. അതുകൊണ്ട് എന്തു വേണം? ഇപ്പൊ ഇതിങ്ങനെ ഇതിന്റെ കുറ്റം പറഞ്ഞിരുന്നോണ്ട് കാര്യമുണ്ടോ? പരിഹാരം കാണേണ്ട സഹോദരി, നമുക്ക് ഇതിനൊരു പരിഹാരം വേണ്ടേ? വേണം. എന്താ? ആരാ കാണേണ്ടത്? വേറുള്ളോല് കാണട്ടെ. വേറുള്ളോല് കണ്ടാൽ എന്റെ നമസ്കാരത്തിന്റെ കാര്യത്തിലെ ഏറ്റവും വലിയ ഭയഭക്തിക്ക് അത് കാരണമാകുമോ? ഇല്ല, അവരവര് കാണണം. നമസ്കാരം ഓരോരുത്തർ ചെയ്യേണ്ടതാണ്, ഭയഭക്തി ഓരോരുത്തർക്ക് കിട്ടേണ്ടതാണ്. അത് സാമൂഹ്യ ബാധ്യതയല്ല. ഭയഭക്തി എന്നത് ഫർള് കിഫയല്ല, ഫർള് ഐന. ഓരോരുത്തർക്കും വേണം. വേറുള്ളോ നന്നായ ഞാൻ രക്ഷപ്പെടൂല, ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നന്നാവണം. അപ്പൊ എന്തു വേണം? ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക, നമസ്കാരത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് ഇനി ഞാൻ പഠിക്കുന്നു, അർത്ഥസഹിതം പഠിക്കും, ചിന്തിക്കും, അതിനെക്കുറിച്ച് നന്നായി ആലോചിക്കും. അങ്ങനെ തഫക്കുറോടുകൂടെ നിസ്കരിക്കാൻ കഴിയണം. പറയുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കാൻ കഴിയണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, റകഅതാനി ഫീ തഫക്കുരിൻ ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ വൽ ഖൽബു സാഹ്. ശറഹ് സുന്നയിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റകഅതാനി, 2 റകഅത്ത് നിസ്കരിക്കുന്നത്, ഫീ തഫക്കുരിൻ, പറയുന്നത് എന്താണെന്ന് ചിന്തിച്ച് പരമകാരുണികനായ നാഥന്റെ മുമ്പിൽ നല്ല ചിന്തയോടുകൂടി നീ 2 റകഅത്ത് നമസ്കരിക്കുന്നത്, ഖൈറും മിൻ ഖിയാമി ലൈല, ഒരു രാത്രി മുഴുവൻ നിന്ന് നീ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. എങ്ങനെ? വൽ ഖൽബു സാഹ്, നിന്റെ ഹൃദയം അശ്രദ്ധയിലായിരിക്കേ, ഹൃദയത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ നീ രാത്രി മുഴുവൻ എത്രയോ ദൈർഘ്യമായി നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈർ
പറയുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുന്നതാണെന്ന് അതാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയാണ്, അസ്സലാത്തു മിക്യാലുൻ ഫമൻ വഫാ ഉഫിയ ലഹു വമൻ തഫഫ ഫഖദ് അലിംതും മാ ഖാല അല്ലാഹു ഫിൽ മുതഫിഫീൻ. നമസ്കാരം എന്ന് പറയുന്നത് നീ പടച്ച റബ്ബിന്റെ മുമ്പിൽ എങ്ങനെയാണോ അങ്ങോട്ട് നീ അത് കൊടുക്കുന്നത്, അതുപോലെയാണ് നിനക്ക് തിരികെ കിട്ടുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, വൈറുല്ലിൽ മുതഫിഫീൻ, ഇരട്ടത്താപ്പുകാർക്ക് നാശം. അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരളവുകോലും, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ ഒരളവുകോലും, അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരളവ് മാത്രവും ഇങ്ങോട്ട് അളന്നു വാങ്ങുമ്പോൾ മറ്റൊരളവ് മാത്രവും സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പുകാര്. അതേ അവസരത്തിൽ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒരേ അളവുകോല് സ്വീകരിക്കുന്നവരാരോ അവർക്കാണ് പുണ്യമുള്ളതെന്ന് കച്ചവടത്തിന്റെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ. അതിനോട് ഉപമപ്പെടുത്തിക്കൊണ്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, അസ്സലാത്തു മിക്യാൽ, നിസ്കാരവും ഒരളവ് മാത്രമാണ്. നീ അത് അങ്ങോട്ട് റബ്ബിന് പൂർത്തിയായി കൊടുത്തോ എങ്കിലാണ് ഉഫിയ ലഹു, ഇങ്ങോട്ടും നിനക്കതിന്റെ പ്രതിഫലം പൂർത്തിയായി നൽകപ്പെടുന്നത്. അല്ലെങ്കിൽ നിന്റെ കാര്യം മഹാ കഷ്ടമാണ് എന്നർത്ഥം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമസ്കാരത്തിലെ ഖുശൂഇന്റെ പ്രാധാന്യമാണ് നമ്മൾ ഈ വിശദീകരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പേ റബ്ബിൽ നിന്ന് കാവല് കിട്ടാൻ, നിസ്കാരത്തിന് പുറത്തിറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ, നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ തന്നെ കാവൽ ചോദിച്ചിട്ടല്ലേ ഇറങ്ങേണ്ടത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഹുദീതാ ഹുദീതാ വകുഫീതാ വവുഖീതാ വതനഹാ അൻഹു ശൈത്താൻ. അത് പറഞ്ഞ മനുഷ്യനതാ അവന്റെ ഒപ്പം പിന്നെ പിശാച് ഒപ്പം കൂടാതെ അവനെ വിട്ട് മാറിപ്പോകുന്നു. അവന് കാവല് കിട്ടിയ മനുഷ്യനാണ്. അള്ളാന്റെ കാവലവന് പ്രത്യേകമായി ലഭിക്കാൻ ആ വലിയ പ്രാർത്ഥന നിമിത്തമായി തീരുന്നു. നിസ്കാരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാലും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നവൻ പറയുന്നതോടുകൂടിയും അവന് കാവല് കിട്ടുകയാണ്. എന്നാലും ശൈത്താന്റെ ഭഗീരഥ ശ്രമമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാലും പിന്നെയും അതാ ശൈത്താൻ വന്നിട്ട് ഉദ്കുറു കദാ ഉദ്കുറു കദാ, ഇന്നതുമൊക്കെ നിന്റെ നമസ്കാരത്തിൽ നീ ഓർത്തോ എന്ന് പറഞ്ഞ് അവനെ വസ്വാസിലകപ്പെടുത്തിയിട്ട് അവന്റെ മാനസികമായ അവസ്ഥയുടെ താളം തെറ്റിക്കുകയാണ്. ഹത്താ ലാ യദ്രി, അങ്ങനെ ആ മനുഷ്യൻ അറിയാതെ പോകുന്നു. കം സല്ലാ, എത്രയാണ് ഇപ്പൊ നിസ്കരിച്ചത്? സലാസന്നം അർബഅ, 3 ആണോ 4 ആണോ? അവര് പരുവത്തിലേക്ക് ഇബ്ലീസ് കൊണ്ടുചെന്നെത്തിക്കും എന്നാണ്. വളരെ കരുതൽ വേണം എന്നാ പറയുന്നത്, വളരെ കരുതൽ വേണം. അതുകൊണ്ട് നമസ്കാരത്തിൽ ശ്രദ്ധ തെറ്റാതിരിക്കാൻ ആവശ്യമായ പരമപ്രധാനമായ ഈ കാര്യത്തെക്കുറിച്ചൊരു തീരുമാനമെടുക്കാൻ തയ്യാറാവണം. എന്താണ് തീരുമാനം? അതിൽ ചൊല്ലുന്നത് പറയുന്നത് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് പറയാൻ തയ്യാറാകും ഇനി മുതൽ. അതിൽ പറയുന്ന പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം പഠിക്കണം. എന്തൊക്കെ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു, നരകാഗ്നിയിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുന്നു, ആരോഗ്യം ചോദിക്കുന്നു, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നുമുള്ള മോചനം തേടുന്നു. എന്തെല്ലാം നമ്മൾ ചോദിക്കുന്നു. പക്ഷേ നമ്മുടെ മനസ്സ് പങ്കെടുക്കാതെ പോകുന്നത് എന്താണ് ആ പറയുന്നത് എന്ന അറിയായ്മ കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരത്തിലെ ഭയഭക്തി നിലനിൽക്കാൻ ആവശ്യമായ ഈ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും നിസ്കാരത്തിന്റെ അകത്തുള്ള എല്ലാ ദിക്റുകളുടെയെങ്കിലും പ്രാർത്ഥനകളുടെയും ആ രൂപത്തിലുള്ള അർത്ഥവും ആശയവും കൃത്യമായി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ സമയം കാണണം. അതിന് നിങ്ങൾക്ക് ഏറെ സഹായകമാണ് ഇന്ന് പള്ളിയിൽ അത് വിൽപ്പന നടത്തിയിരുന്ന, ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന, ഒരുപാട് കാലമായി ഇവിടെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന MP3 അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രൂപത്തിലുള്ള സൗകര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് ഈ അവസരത്തിൽ ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരം
അത് കുറ്റമറ്റ രീതിയിൽ നിർവഹിച്ചെങ്കിലല്ലാതെ അല്ലാഹുവിൻ്റെ അടുക്കൽ അതിന് പ്രതിഫലമില്ല. അന്ത്യനാളിൽ ആദ്യ വിചാരണയ്ക്ക് വിധേയമാകുന്നത് നമസ്കാരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായി വിചാരണക്കെടുക്കപ്പെടുന്നത് നമസ്കാരമായിരിക്കും. ഫൈൻ സ്വലുഹത്, അത് നന്നായാൽ എല്ലാം നന്നായി, അവൻ വിജയിച്ചു. അത് മോശമായാൽ അവൻ പരാജയപ്പെട്ടു. അവൻ്റെ ഫർളുകളിൽ നിർവഹിച്ചയിടത്ത് ഏതെങ്കിലും നിലക്കുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു പറയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്താണ് പറയാ? ഉൻളുറൂ ഹൽ യബ്ദീ മിൻ തതവ്വുഇൻ, എൻ്റെ അടിമക്ക് വല്ല ഐച്ഛികമായ കർമ്മങ്ങളുമുണ്ടോ എന്ന് പരിശോധിക്കൂ. ഫയുകമ്മിലു ബിഹാ മൻ തഖസ മിനൽ ഫരീള, അവൻ്റെ ഫർളിൽ വന്നിട്ടുള്ള പോരായ്മകളതാ അവൻ്റെ സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ റബ്ബ് പരിഹരിക്കുകയാണ്. സുമ്മ തകൂനു സായിറു അഅ്മാലിഹി അലാ ഹാദാ, മറ്റു അമലുകളും ഇതേപോലെ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അഥവാ നിർബന്ധ സക്കാത്തിലെ പോരായ്മ സുന്നത്തായ ദാനധർമ്മങ്ങളിലൂടെ പരിഹരിക്കപ്പെടും. നിർബന്ധമായ നോമ്പിൽ വന്ന പോരായ്മ സുന്നത്ത് നോമ്പുകളിലൂടെ പരിഹരിക്കപ്പെടും. നിർബന്ധ ഹജ്ജിൽ വന്നിട്ടുള്ള പോരായ്മകൾ സുന്നത്തായ നിലക്ക് നിർവഹിച്ച ഹജ്ജ് ഉംറകളിലൂടെ പരിഹരിക്കപ്പെടുന്നു. അതിന് നമ്മളെ കയ്യിൽ വേണ്ടേ? നമ്മളെ കയ്യിൽ ആ നിർവഹിച്ചത് വേണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ആ ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുക. അങ്ങനെ യഥാർത്ഥമായ നിലക്ക് നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നാം പ്രാർത്ഥിക്കുക. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.